കൊച്ചി അടിപൊളിയാണ്. കൊച്ചി നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, കൊച്ചി നല്ല റെസ്പോൺസ് കസ്റ്റമറൊക്കെ എങ്ങനെയുണ്ട്? കസ്റ്റമേഴ്സും അടിപൊളിയാണ്. ഇനി ഒരു സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് കൊടുക്കാമല്ലോ, ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാണ്ടാവും അല്ലേ? For making my BMW X1 purchase a memorable experience. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞാലേ ഷിബിലിനോട് കുറച്ച് ചോദ്യം ചോദിക്കും, ഉത്തരം കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ എനിക്ക് സമ്മാനമുണ്ട്. ഇന്ന് ചലഞ്ചാണ്, ഷിബിലിനുള്ള ചലഞ്ചാണ്. ഇതിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ ലക്ഷറി കാറുകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു കസ്റ്റമറാണ്, ഞാൻ ഷിബിലിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു 50 ലക്ഷം രൂപേൻ്റെ താഴെ ഒരു 20 ലാഖിൻ്റെ മുകളിലായിട്ട് വാങ്ങിക്കാൻ പറ്റിയ, എന്നാൽ മെയിൻ്റനൻസ് കമ്മിയാണോ, അത്യാവശ്യം മൈലേജ് വേണം, എന്നാൽ എനിക്ക് വിൽക്കുമ്പോൾ എന്താണോ വലിയ ഡിപ്രിസിയേഷനൊന്നും വരാതെ ചെറിയ ഡിപ്രിസിയേഷനൊക്കെ വന്ന് വിൽക്കാനും പറ്റുന്ന വണ്ടികൾ ഏതൊക്കെ ഉണ്ട് ഇതിൽ ഒന്ന് പരിചയപ്പെടുത്താൻ? 50 ലക്ഷം രൂപന്റെ ചോടുള്ള വണ്ടികൾ നോക്കുമ്പോൾ റേഞ്ച് റോവറിന്റെ ഇവോക്കുകൾ വരുന്നുണ്ട്, BMW X3 വരുന്നുണ്ട്, സെഡാനിലേക്ക് പോകുമ്പോൾ ബെൻസിന്റെ ഇ ക്ലാസ് വരുന്നുണ്ട്, ഓഡിയിലെ A6 രണ്ട് വണ്ടികൾ വരുന്നുണ്ട്, മെട്രിക്സ്, അതുപോലെ തന്നെ BMW 3 സീരീസ് വരുന്നുണ്ട്. അങ്ങനെ വണ്ടികളാണ് ഇപ്പൊ നമുക്ക് നിലവിൽ ഇവിടെ സ്റ്റോക്കുകൾ. ഇപ്പൊ റേഞ്ച് റോവറിന്റെ ഇവോക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ പറയും ഷിബില്? റേഞ്ച് റോവറിന്റെ ഇവോക്ക് എന്ന് പറയുമ്പോൾ റേഞ്ച് റോവറിന്റെ വണ്ടികളിൽ നമുക്ക് എൻട്രി ലെവലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല, അത്യാവശ്യം മെയിൻ്റനൻസ് കുറവുള്ള നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടികളിൽപ്പെട്ട ഒരു സെഗ്മെന്റ് SUV വണ്ടി അല്ലേ? ഇവോക്കിൽ എത്ര പ്രൈസ് മുതൽ വണ്ടികളുണ്ട്? ഇവോക്കിൽ നമുക്കിപ്പോ ഒരു 33.5 ലക്ഷം രൂപ മുതലുള്ള വണ്ടികൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എത്ര മോഡലാ? 2016 മോഡൽ ഇവോക്ക് എത്ര കിലോമീറ്റർ ഓടി? ഇത് 49,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടി KL7 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ റേഞ്ച് റോവറിന്റെ 2017 മോഡല് 43,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടി ഇപ്പൊ നിലവിൽ സ്റ്റോക്കിൽ. രണ്ടും ലോ കിലോമീറ്റർ ആണെന്ന് തന്നെ പറയാം, കാരണം ഈ 16-17 കാലഘട്ടത്തിലേ ഇത്ര കിലോമീറ്റർ ഓടിയ വണ്ടി റയറേക്കാരം. അതിൻ്റെതായ ഗുണം വണ്ടിയിലുണ്ട് കേട്ടോ. ഒരു കൊളുത്ത വണ്ടി വാങ്ങണ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിന്റെ വേറെ ഗുണം പറയാൻ പറഞ്ഞുതരാം. ഇപ്പൊ റേഞ്ച് റോവർ ഇതേപോലത്തെ ബാഡ്ജിങ്ങിലേ ഒരു വണ്ടി നമ്മള് ഇവോക്ക് അല്ലാത്തൊരു വണ്ടി ഉപയോഗിക്കണമെങ്കിൽ എന്തായാലും കോടികൾ വേണം അല്ലേ? ഇപ്പൊ നമ്മള് സ്പോട്ട് കൊടുത്തു, ഏകദേശം 1 കോടിന്റെ അടുത്ത് 90 ലക്ഷത്തിന്റെ മുകളിലായിട്ട് വില വരുന്ന ഡിഫൻഡർ, ഇനിയിപ്പോ വോഗ് ആയിക്കോട്ടെ, വെലാർ ആയിക്കോട്ടെ അല്ലെ, അത്രയും വില വരും. പക്ഷെ ഇവരെ കണ്ടാലും ആ ഒരു ലുക്കിലോട്ട് ഈ കൂട്ടത്തിൽ കിടക്കുമ്പോൾ നോക്കണ്ട, റോട്ടിക്ക് ഇറങ്ങിയാൽ വേറെ തന്നെ ലുക്ക് അല്ലേ? പിന്നെ മെയിൻ്റനൻസ് കമ്മിയാണ്. ഇവോക്കിനെ സംബന്ധിച്ച് അടിപൊളി വണ്ടി കേട്ടോ. ഇവോക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇതിന് നമുക്കൊരു 39.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കിപ്പോ ഒരു 50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 50 ലക്ഷം രൂപയുടെ താഴെ നോക്കുമ്പോ ഇതിനിപ്പോ ഒരു 39 ലക്ഷം രൂപ വരുന്നത് നമുക്ക് 50,000 കിലോമീറ്ററിന്റെ ഓടി വണ്ടികളിൽ നമുക്ക് ആ റേറ്റിന് കിട്ടുമ്പോൾ തന്നെയാണ് ആ പ്രൈസിന്. 43,000 കിലോമീറ്റർ മാത്രമേ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ. X3 ആണെങ്കിലോ? X3 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 33 ലക്ഷം രൂപ. 2019 മോഡൽ X3 ആണ്. X3 അല്ലേ? BMW X3ന്റെ ഗുണങ്ങൾ പറയണേ, എന്തൊക്കെ പറയാം നമുക്ക്? X3 ആകുമ്പോൾ നമുക്ക് നല്ല ഒരു കംഫർട്ട്, അതുപോലെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് പ്രഷർ കിട്ടുന്ന BMW എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് കാറാണ്. പ്രഷർ തന്നെയാണ് അതിന്റെ പ്രത്യേകത. SUV ആവും ചെയ്തു. ഈ കാറ്റഗറിയിൽ ഇപ്പൊ ഈ ഒരു ബഡ്ജറ്റിലുള്ള SUVകൾ ഉണ്ട്. പിന്നെ GLS നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ മെർസിഡസിന്റെ S ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ 2 A6 മെട്രിക്സ് നമ്മുടെ സ്റ്റോക്കിലുണ്ട്. A6 മെട്രിക്സിന്റെ ഡീറ്റെയിൽസ് ഒന്നാണ്. കഴിഞ്ഞ A6 നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2017 രണ്ട് വണ്ടികൾ വരുന്നത്. 2017 നമുക്ക് ഈ ബ്ലാക്കിലേക്ക് വരുമ്പോ ബ്ലാക്ക് ഇത് 2017 സെക്കൻഡ് ഓണർഷിപ്പില് 53,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടി. ഇതിന് നമ്മളോട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 32 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ A6 മെട്രിക്സ് തന്നെ നമ്മളതിൽ 2017 മോഡൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, 52,000 കിലോമീറ്റർ ഓടിയുള്ള തേർഡ് ഓണർ വണ്ടി. കേരള വണ്ടികൾ തന്നെയാണ് രണ്ടും. അതാവുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന റേറ്റ് ഒരു 29,75,000 രൂപ. ഇത് പ്രൈസിനൊക്കെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ BMW 3 സീരീസ് ഉണ്ട്, LCA മോഡലാണ്. 2018 മോഡൽ 19 രജിസ്റ്റർ ചെയ്തുള്ള വണ്ടി. 70,000 കിലോമീറ്റർ ഓടിയുള്ള സെക്കൻഡ് ഓണർ, കേരള രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരു 28 ലക്ഷം രൂപയാണ് നമ്മളിവിടെ ഷോറൂമിൽ ആസ്ക് ചെയ്യുന്ന റേറ്റ്. ചെറിയ മാറ്റങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. വലിയ ഡിപ്രിസിയേഷൻ ഒന്നും ചോദിക്കരുത് അല്ലേ? വണ്ടി അതിനനുസരിച്ച് ക്വാളിറ്റി വണ്ടിയിലുണ്ട്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വണ്ടി കൊടുക്കും. നമ്മൾ എന്തൊക്കെ കസ്റ്റമർക്ക്, എനിക്കിപ്പോ ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാണ്, നിങ്ങൾ എന്തൊക്കെ ഉറപ്പ് നൽകും? അതായത് നോർമലി ഇപ്പൊ നമുക്ക് കസ്റ്റമർക്ക് മേജർ ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ്, കിലോമീറ്റർ വേസിംഗ്, പേപ്പറിൽ ഇഷ്യൂസ്, ഫൈനുകൾ, ഇത്തരം പരിപാടികളൊന്നും നമ്മളെ വണ്ടികളില്ല എന്നുള്ളത് നമ്മൾ 100% കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. ഇത്തരം പരിപാടി നമ്മളെ വണ്ടികളിൽ ഉണ്ടാവില്ല. അത് നമ്മൾ ഡോക്യുമെന്റേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക. വെരി ഗുഡ്. പിന്നെ നിങ്ങൾ എനിക്ക് തരുന്ന വാറണ്ടി പോളിസികൾ എന്തൊക്കെയാണ്? വാറണ്ടി നമ്മൾക്ക് ഇത് കയറാൻ പറ്റുന്ന ഒരു വാറണ്ടി എന്ത് കാര്യത്തിന് സഫാരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. വെരി ഗുഡ്. ഞാൻ ഫസ്റ്റ് ആണ് ഇപ്പൊ ഈ ഒരു വർഷത്തിന് ശേഷം നമ്മളിങ്ങനെ അല്ലെ സംസാരിക്കും. ഞങ്ങൾ മീറ്റിങ്ങുകളൊക്കെ കൂടും, കുറെ ചോദ്യം ചോദിക്കും, കുറെ അങ്ങോട്ടും കുറെ ഇങ്ങോട്ടും പറയുന്നല്ലാതെ അല്ലേ? വെരി ഗുഡ്. അതാണ് സഫാരി കാർസ് ആണ് കസ്റ്റമർക്ക് ഉറപ്പ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഓരോ വണ്ടിക്ക് അനുസരിച്ചുള്ള
വാറണ്ടി കാറ്റഗറി ഉണ്ട്. ഇപ്പൊ നമ്മളെ അവിടെ കിടക്കുന്ന വണ്ടികൾ പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയ 18,000 കിലോമീറ്റർ ഓടിയ അല്ലെ 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി, അതിനൊക്കെ ഷോറൂം വാറണ്ടികൾ തന്നെ ചിലപ്പോൾ 5 വർഷം വാറണ്ടിയുള്ള വണ്ടികൾ തന്നെ നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഏതൊരു വണ്ടിക്കും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഒരു 10 ദിവസമൊക്കെ നമ്മൾ ഉണ്ട് കൂടെ. കാരണം ഒരു നമ്മളിങ്ങനെ വണ്ടി എടുത്തിട്ട് എഞ്ചിന് ഗിയർ ബോക്സ് മേജർ പ്രശ്നങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ അല്ല, ഇത് വണ്ടി ഡെലിവറി കൊടുക്കുന്നതിന് മുന്നേ തന്നെ കസ്റ്റമർക്കും സ്വയം ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് അവസരം കൊടുക്കുന്നുണ്ട്. ഏത് ഷോറൂമുക്കും എവിടെ ചെക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഇനി സർവീസ് സെന്ററുകളിൽ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ഇനി വേറെ എന്താ പറയാല്ലേ? ഇല്ല, വേറെ ഒന്നുമില്ല. ഇല്ല. എങ്ങനെയുണ്ട് കൊച്ചി? കൊച്ചി അടിപൊളിയാണ്. കൊച്ചി നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, കൊച്ചി നല്ല റെസ്പോൺസിബിൾ. പിന്നെ കസ്റ്റമറൊക്കെ എങ്ങനെയുണ്ട്? കസ്റ്റമേഴ്സും അടിപൊളിയാണ്. അപ്പൊ കരുവാരന്റെ അടിപൊളിയാണ്. കരുവാരുണ്ട് കൊച്ചി തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് വേറെ സെഗ്മെന്റ്. അവിടെ ഉള്ള ആളുകൾ നമ്മളോട് അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഹൈ ക്ലാസ് ഉള്ള ആളുകൾ രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കസ്റ്റമേഴ്സ് ഡീൽ ചെയ്യുന്നുണ്ട്. രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ്, പക്ഷെ രണ്ടും കാറ്റഗറി ആളുകളാണ്, രണ്ടും കാറ്റഗറി വെഹിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരേപോലെ താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ കിടക്കുന്ന ഓൺലി പ്രീമിയം കാറുകൾ മാത്രമാണ്. ഇനി അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ ഉള്ളിൽ നമുക്ക് ചെറിയ കാറുകൾ ചെയ്തൂടെ? പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കാണ് സ്പേസ് കസ്റ്റമറെ ചോദിക്കല്ലേ, എന്താ ചോദിക്കല്? കസ്റ്റമേഴ്സ് ഇവിടുന്ന്, അതായത് ഇവിടുന്ന് ഈ എറണാകുളം ഈ സൈഡിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് ആൾക്കാർ ക്രിസ്റ്റക്ക്, ഫോർച്യൂണർ പോലെയുള്ള വണ്ടികൾക്ക് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ സ്ഥലപരിമിതി മൂലമാണ് നമുക്കിപ്പോ നിലവിൽ ഇവിടെ നമ്മൾ സ്റ്റോക്ക് വെക്കാത്തത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കസ്റ്റമേഴ്സിന് അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെലിവറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. എത്ര വണ്ടി ഇവിടുന്ന് അങ്ങോട്ട്? ഏകദേശം നമ്മളിപ്പോ ഈ ഒരു മാസം തന്നെ ഏകദേശം 5-6 വണ്ടികളോളം. അതായത് ഇവിടെ കസ്റ്റമർ വരും, നമ്മൾ കരുവാരകൊണ്ടുള്ള വണ്ടി ഇങ്ങോട്ട് സെയിൽ ചെയ്യും. അവിടെ കസ്റ്റമർ വരും, ഇവിടുത്തെ വണ്ടി നമ്മൾ അങ്ങനെ അവിടെയും കൊടുക്കും. അവിടെ നമുക്ക് പ്രീമിയം കാറുകളും ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. നമ്മളെ വണ്ടികളൊക്കെ ഫില്ലാണ്. ഏതാ താറ് കിടക്കണത് അല്ലേ? താറ് 2022 മോഡലാണ്, അങ്ങോട്ട് പോകാനുള്ളതാണ്. അതേപോലെ ഒത്തിരി വാഹനങ്ങളുണ്ട്, ഈ ക്ലാസ്സുകളുണ്ട്, BMW 5 സീരീസ് ഉണ്ട്, 3 സീരീസ് ഉണ്ട്. ഈ ഇവൊക്കെ കൊടുത്തതാ? അത് കൊടുത്തത് ബുക്കിംഗ് ആയതാണ് അല്ലേ? അപ്പൊ കുറച്ച് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച വണ്ടികളൊക്കെ ബുക്കിംഗ് ആയി. അപ്പൊ ഞങ്ങൾ ഈ ഏരിയയിൽ വന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയാണ്. ഇനി ഒരു സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് കൊടുക്കാമല്ലോ, ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാണ്ടാവും അല്ലേ? അപ്പൊ സിബിലിന് ഒരു സമ്മാനം കൊടുക്കാം. അവന്റെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരങ്ങളാണ് ഷിബില് തന്നത്. ഇതിലേ അന്നിനെക്കാട്ടിലും സന്തോഷിക്കുന്ന ആളാരാ എനിക്കറിയോ? ഞാനാണ്. കാരണം പ്രൗഡ് ഓഫ് യു. എന്റെ മിന്നുമോൾ കൂടെ വന്നിട്ടുണ്ട്. മിന്നൂസ് വാ. മിന്നുനെ വീഡിയോയിൽ അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല അല്ലേ? പിന്നെ ഇപ്പോൾ മിന്നുമോളും കൊച്ചിക്ക് വന്നു. ഇനി നമുക്കൊരു സാധനം ഉണ്ട്, ഒരു സർപ്രൈസ് കൊടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ടീം മെമ്പേഴ്സിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് ചെറിയൊരു മീറ്റിംഗ്, ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്താലോ? ഓക്കെ. അപ്പം എന്നാൽ അടുത്ത സർപ്രൈസിലോട്ട് പോവാം. അപ്പോൾ നമ്മളേ ഒരാൾക്ക് ചെറിയൊരു സമ്മാനം കൊടുക്കാൻ പോവാണ്. സമ്മാനം ആർക്കാണെന്നോ എന്തിനാണെന്നോ ഇതെന്തിനാ സമ്മാനം എന്നോ ആർക്കും മനസ്സിലായില്ല. സൽമാൻ മനസ്സിലായിക്കണ്, ചേട്ടന് മനസ്സിലായിക്കണ്, അസിമോന് മനസ്സിലായിക്കണ്, മിന്നുവിന് മനസ്സിലായിക്കണ് അല്ലേ? ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തു. ഇത് സമ്മാനം ഉണ്ടാക്കിയ ആൾ സൽമാനാണ്. അപ്പോൾ സൽമാൻ അറിയാം. ആദ്യം ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗൂഗിൾ റിവ്യൂ വായിക്കാം അല്ലേ? ഗൂഗിൾ റിവ്യൂ ഇതുവരെ സഫാരി കാർസ് നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയാം. നിങ്ങളോട് ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഗൂഗിളിൽ കയറി നമ്മളൊരു റിവ്യൂ ഇടുന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല. ശരിക്കും ആ റിവ്യൂ നമുക്ക് കിട്ടേണ്ട എങ്ങനെയാണോ? നമ്മൾ ഒരു ഷോറൂമിൽ സ്കാനർ വെച്ചിട്ടില്ല, കരുവാരം കൊണ്ട് പണ്ടെങ്ങാണ്ട് വെച്ചിരുന്നു അല്ലേ? കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് പ്രസ് ചെയ്തിടേണ്ട ഒരു സാധനമല്ല ഗൂഗിൾ റിവ്യൂ. പല ആളുകളും അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ടീമും ഒക്കെ വരുമ്പോൾ പറയും ഇവിടെ സ്കാനർ വെക്കണം, ഓരോ കസ്റ്റമറെ കൊണ്ടും ഗൂഗിൾ റിവ്യൂ ഇടിപ്പിക്കണം. നമ്മൾ ഒരു കസ്റ്റമറോടും ഗൂഗിൾ റിവ്യൂ ചോദിക്കലില്ലല്ലോ. പക്ഷേ ചില കസ്റ്റമർ മനസ്സറിഞ്ഞ് എന്ത് ചെയ്യും, ഗൂഗിൾ റിവ്യൂ ചെയ്തു. ചില കസ്റ്റമർക്ക് എന്തെങ്കിലും നമ്മൾ ഷോറൂമിൽ നിന്ന് ബുദ്ധിമുട്ട് ഉണ്ടായിക്കണമെങ്കിലും അവർ ഗൂഗിൾ റിവ്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ ഗൂഗിൾ റിവ്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളായിട്ട് ബുദ്ധിമുട്ട് എഴുതിയ കസ്റ്റമറെ നമ്മൾ എങ്ങനെയെങ്കിലും ശ്രമിച്ച് അവരെ കോൺടാക്ട് ചെയ്യും അല്ലേ? അവരോട് സോറി പറയാനൊക്കെ ശ്രമിക്കാറുണ്ട്. ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. നമ്മളിന്ന് ചില മിസ്റ്റേക്കുകളൊക്കെ വരും. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ കസ്റ്റമർ വിചാരിച്ചതാവില്ല ഇവിടെ നടന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരാൾ ചിരിച്ചിട്ടില്ലെങ്കിൽ പോലും കസ്റ്റമർ ചിലപ്പോൾ റിവ്യൂ ചെയ്തു. അതേപോലെ ആത്മാർത്ഥമായിട്ട് കസ്റ്റമർ വണ്ടിയൊക്കെ വാങ്ങി പോയതിന് ശേഷം ഗൂഗിൾ റിവ്യൂ ചെയ്താറുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരു റിവ്യൂ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടു. ആ റിവ്യൂ ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അല്ലേ ചേട്ടാ? നിങ്ങളൊന്ന് ആ റിവ്യൂ ഒന്ന് അവതരിപ്പിക്കും. യെസ്. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇൻ വൺ വേർഡ്, സഫാരി കാർസ് മീൻസ് ട്രസ്റ്റ്. I recently purchased a BMW X1 from Safari Cars, Kochi. And as a customer, I am fully satisfied with the entire experience and the service they provided. A special thanks to the sales executive, Mrs. Shibal. I had contacted Safari Cars for few months ago
and explained exactly what I was looking for. Shibil remembered my requirements, and when a BMW X1 matching my expectations became available, he immediately called me and informed me about the vehicle. From the first conversation until the delivery, the entire process was smooth, transparent, and professional. I never felt pressured, and they gave me the confidence and the clarity needed when purchasing a premium pre-owned car. My experience with Safari Cars Cochin has been excellent, and I can confidently recommend them to anyone looking for a quality pre-owned vehicle. Thank you, Shibil, and the entire Safari Cars members for making my BMW X1 purchase a memorable experience. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോൾ ആസ് എ ബിസിനസ് ആൻഡ് ഐ ഫീൽ റിയലി പ്രൗഡ് സഫാരി കാസസ് ടീം എല്ലാവരും അതെ, റിയലി പ്രൗഡ് ആണ്. റിവ്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ഗ്രൂപ്പിലൊക്കെ ഇട്ട് അല്ലേ നമ്മളത് വൻ ആഘോഷമാക്കിയിരുന്നു. കാരണം റിവ്യൂ ഒരുപാടുണ്ട്, നമുക്കുണ്ട് പബ്സിനെ പറ്റി ചെയ്തും ഹംദാനെ പറ്റി ചെയ്തും. ഇവരൊക്കെ ഇതിന്റെ ബോസാണ് അല്ലേ, അവർക്ക് എന്തായാലും ആത്മാർത്ഥമാണല്ലോ. അതേ ആത്മാർത്ഥം നമ്മൾ ടീം മെമ്പേഴ്സിനുമാർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ പ്രൗഡാവും. ലക്ഷ്മനെ എങ്ങനെയുണ്ട്? അതും കൊച്ചി ഒന്നും പറയാനില്ല. ഞാൻ വന്ന ഉടനെ തന്നെ മത്താച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ നമുക്കത് ചെയ്യണം എന്നാണ് മത്താച്ചനെ ഷെയർ ചെയ്ത് കൊടുത്തത്. ഗ്രൂപ്പിലൊക്കെ ഇട്ട് നമ്മള് ഐഡിയ ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഉദ്ദേശിക്കുന്നത് അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചിട്ടേ ഷിബിന്റെ അടുത്ത് മാത്രമല്ല സെയിൽസിലുള്ളവരും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഗൂഗിൾ റിവ്യൂല് നമ്മൾ മറ്റു ടീം മെമ്പേഴ്സിനെ പറ്റി മുന്നൊക്കെ ഇത് വന്നിട്ടുണ്ട്, എന്ത് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മള് അവർക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അവിടെ നമ്മൾ മീറ്റിംഗിൽ ഒതുക്കാറാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഷിബിലിനെ ഫസ്റ്റ് തന്നെ ഞാൻ വിളിച്ചിട്ട് ഇന്ന് വീഡിയോ രാവിലെ സൽമാൻ പറഞ്ഞു ഓനെ കൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു, ഇനി ഇടുക നേരെ പോയിട്ട് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. സംഭവം കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു കസ്റ്റമറെ എല്ലാം ഷിബിലും ഒക്കെ ആയി അല്ലേ. അപ്പോൾ താങ്ക് യു സഫാരി കാർസിന് കട്ടക്ക് കൂടെ നിൽക്കണേല് അല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഒരു അനുഭവം പങ്കുവെക്കാല്ല, എന്താണ് ഷിബിലിനോടൊന്ന് ചോദിക്കാലോ. അതെ, അതായത് നമ്മളെ ഹാഫ് ബർത്ത്ഡേ ആണ്, അതായത് കൊച്ചിയിലെ ഷോറൂമിന്റെ അല്ലേ. മൊത്തം ഏകദേശം ഷിബിലി കയറിയിട്ട് അതല്ല, ഇവിടെ കൊച്ചി ഷോറൂമിൽ 6 മാസം, ഷിബിൽ അവിടെ നമ്മള് പിന്നെ 6 മാസം അല്ലേ, 6 മാസം. കാരണം എന്താണോ, നമ്മൾ അവിടുന്ന് തന്നെ ഇവരെ എടുത്തിട്ട് ട്രെയിൻ ചെയ്തിരുന്നു. അവിടുന്ന് കിട്ടിയ ട്രെയിനിങ് ആണ് ഇവിടെ റിസൾട്ട് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും വലിയ റിസൾട്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ 1 വർഷമായി ഇപ്പൊ സഫാരി കാർസിന്റെ കൂടെ. എന്താ അനുഭവം പറയല്ലേ? എന്താ അടിപൊളിയായിട്ട് പോണു, കുഴപ്പങ്ങളൊന്നുമില്ല. സഫാരി കാർസിൽ ജോലി ചെയ്യാൻ സാധിച്ച തന്നെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം 1 വർഷം മുമ്പുള്ള ഞാനും 1 വർഷത്തിന് ശേഷമുള്ള ഞാനും നല്ല ഡിഫറൻസ് ആണ്, എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഉള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എന്തായാലും കാക്കുവിന്റെ കൂടെ കാക്കുനെ വിളിക്കല് വർക്ക് ചെയ്യാൻ പറ്റിയില്ലാണ് ഏറ്റവും വലിയ സന്തോഷം. കൈമാറാ അല്ലേ, കൊടുക്കും. സമ്മാനം ഇതാണെന്ന് പറഞ്ഞിട്ട് ചെറുതല്ലേ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യണ്ട. ഞങ്ങൾക്ക് ഇതിന് വലിയ ഇത് ഉണ്ട് അല്ലേ, വില മതിക്കാനാവാത്ത സംഭവങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആ കസ്റ്റമർക്ക് ഒരുപാട് താങ്ക് യു അല്ലേ. എന്താ ഷിബിലിനെ കസ്റ്റമറെ പറ്റി പറയല്ലേ? നമുക്ക് അടിപൊളി ജിയാസ്ക. അതായത് പുള്ളി വണ്ടി വരുന്നതിന്റെ ഒരു 1-2 മാസം മുമ്പ് വിളിച്ചാണ്ട് ഇങ്ങനെ റിക്വയർമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഷോറൂമിൽ പോയിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തതാണ്. വണ്ടി വന്ന് പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് ഡീറ്റെയിൽ ഒക്കെ ഇട്ടുകൊടുത്തു. അപ്പോൾ പറഞ്ഞ ഞാൻ വരുന്നുണ്ട്, വണ്ടി ഹോൾഡിങ് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി വന്ന് അപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഡീലായി. വളരെ അടിപൊളിയാണ്. അപ്പൊ നമ്മളെ ഷിയാസ് ഖാനോടും താങ്ക് യു അല്ലേ, നല്ലൊരു റിവ്യൂ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ. മിന്നുമോളെ നോക്കെ, മിന്നുമോളെ അറിയാതെ ഇതിൽ പെട്ടു. താങ്ക് യു.